എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് LD ക്ലർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്സ് സർവീസ് മാൻ എന്നുള്ള തസ്തികയിലെ. അപ്പം അതില് ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ നമ്മളുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഒരു 106 107ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് മലയാളം ആയിട്ടുള്ളത്. അപ്പൊ അതെല്ലാം നോക്കി പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. GK ആണ് വെച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു 170ഓളം ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കും. അപ്പൊ അതും നോക്കി പഠിക്കാം. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചിതമാവും. അപ്പൊ വേഗത്തില് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. മാത്സ് ആണ് വെച്ചെങ്കിൽ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരുവിധം എല്ലാ പേപ്പേഴ്സും നമ്മൾ അതിൽ വർക്ക്ഡ് ഔട്ട് ആണ്. ഇനി എന്തെങ്കിലും പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമന്റ് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് കൂടുതൽ ഒരു 1-2 ദിവസത്തിനകം നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമന്റുമാണ് നമുക്കുള്ള ഊർജം. അപ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. അപ്പൊ നമ്മൾ ഒരു പേന വാങ്ങി അല്ലെ, ആ പേനയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അതില് എന്ത് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക? ദ. ആ ഒരു പെർട്ടിക്കുലർ പേനയാണ് റൈറ്റ്സ് വെൽ. അപ്പം അതുകൊണ്ടാണ് ദ ഉപയോഗിച്ച. അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഐ ബോട്ട് എ പെൻ എന്നല്ലേ പറഞ്ഞുള്ളൂ. കാരണം ഒരു പേന എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷെ ആ പെർട്ടിക്കുലർ പേനയാണ് എന്ത് എഴുതുന്നത്, നന്നായി എഴുതുന്നത്. അപ്പൊ ദ എന്ന് ഉപയോഗിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്. അപ്പൊ എന്താണ് എഴുതുക? പ്രിൻസിപ്പളും പിന്നെ സ്റ്റാഫും കൂടി അലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എന്താ കൊടുക്കണ്ടു? ഈസേ കൊടുക്കണ്ടു. അപ്പം ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡാഷ് കോഫി. എന്താണ് എഴുതുക? ഐ ആം ഡ്രിങ്കിങ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഐ ആം ഡ്രിങ്കിങ് കോഫി. ഐ വന്നാ പിന്നെ ആം ആണ് ചേർക്കാന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇപ്പോഴത്തെ ഐ കാരണം നമ്മൾ ഡ്രിങ്കിങ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഹൗസ് ഈസ് ഡാഷ് ദാൻ മൈ ഹൗസ്. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് അല്ലെ, കമ്പാരിറ്റീവ് ആണ്. നമ്മളുടെ എന്റെ ഹൗസിനെക്കാട്ടും ഈ ഹൗസ് വലുതാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോ നമുക്ക് കമ്പാരിസൺ പറയുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. അതാണ് ബിഗർ. ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ് അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് അതിലെ ബിഗർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡോക്ടർ കലാം വാസ് ബോൺ ഡാഷ് 1931. ഡോക്ടർ കലാം എപ്പോഴാണ് ജനിച്ചത്? 1931 അല്ലെ. അപ്പൊ എന്താണ് അതിലെ ആൻസർ വരിക? ഇൻ അല്ലെ. 1931 ആണ് ജനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ഹിസ് ഡാഷ് ഈസ് സ്റ്റഡിയിങ് ഇൻ മുംബൈ. അതിലെന്താ വരിക? വൺ ഓഫ് ഹിസ് അവരുടെ മക്കളില് ഒരാള് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതിലെ എന്ത് പറയാം? വൺ ഓഫ് ഹിസ് സൺസ് അല്ലെ. കുറച്ച് ആളുകൾ ഇല്ലെന്ന് ഒരാള് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സൺസ് ഈസ് സ്റ്റഡിയിങ് ഇൻ മുംബൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹി റാൻ ഡാഷ്. ഹി റാൻ എന്താ പറയാ? ഹി റാൻ ഫാസ്റ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീനിങ് ഓഫ് ഹാർമണി ഈസ്. ഹാർമണിയുടെ മീനിങ് എന്താ വരിക? അഗ്രിമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിനോണിം ഓഫ് സീസ് ഈസ്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ അർത്ഥാണ്, മീനിങ് ആണ്. സിനോണിം ഓഫ് സീസ് ഈസ് കാച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആന്റണിം ഓഫ് സീസ് ഈസ്. CEASC ആണ് അവർ പറയുന്നത്. അതിന്റെ വിപരീതമാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് വരിക? ബിഗിൻ. സീസ് എന്ന് പറഞ്ഞാൽ എൻഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിന്റെ വിപരീതം എന്ന് പറഞ്ഞാൽ ബിഗിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
മലയാളാണ് നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമേത്? ആൻസർ എ നൈതികം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. എനിക്ക് 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉപയോഗിക്കേണ്ടത്? തേങ്ങ എന്ന് മാത്രമേ വേണ്ടൂ. 10 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിംഗുലർ ആയി ഉപയോഗിക്കണ്ടോ? തേങ്ങ എന്ന് മാത്രം മതി. എനിക്ക് 10 തേങ്ങ വേണം. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉന്നമ്രം, ഉത് പ്ലസ് നമ്രം, ഉന്നമ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? ആൻസർ എന്താ വരിക? കച്ചപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിന്റെ യഥാർത്ഥ പരിഭാഷ? ആൻസർ എന്താ വരിക? നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? സ്വാമികൾ. സ്വാമികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരാളെ തന്നെയാണ് നമ്മൾ പറയുക അല്ലെ? അപ്പൊ അത് ബഹുവചനമല്ല, ഏകവചനമാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവരജൻ എന്ന പദത്തിന്റെ വിപരീതം എന്താണ് പറയുക? അഗ്രജൻ. അഗ്രജൻ, അവരജൻ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ഉദ്ഗ്രഥിതം. ഇതാണ് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ്? ഭഗിനി, ഭ്രാതാവ്, ഭഗിനി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.